പിണറായി വിജയനെയും വിജയന്റെ കുടുംബത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി CPM എന്ന പാർട്ടിയെ തൊടലിട്ട് പിടിച്ചിരിക്കുന്ന നരേന്ദ്രമോദിയുടെ കൈകൾ. ഞാനത് പറയാൻ കാരണം, ഞാൻ വെറുതെ പറയുന്നത്, ഇത് എൻ്റെ കയ്യിലുള്ളത് ജാനുവരി 31 അവർ SFI അന്വേഷണം ഏർപ്പെടുത്തിക്കൊണ്ട് ഇഷ്യൂ ചെയ്ത ഓർഡറാണ്. ആ ഓർഡറിൽ നൗ therefore in the exercise of power conferred on so and so the following officers are designated as inspectors to carry out the investigation എന്ന് പറഞ്ഞ് അത് അപ്രൂവ് ചെയ്തതിനു ശേഷം അവസാനം ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഇൻവിജിലേറ്റിംഗ് ഓഫീസർ shall complete the investigation and submit their report within 8 months to the central government. 8 മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ട SFI അന്വേഷണം എന്തുകൊണ്ടാണ് ഇതുവരെ പൂർത്തീകരിക്കപ്പെടാത്തത്? ഇതിപ്പോൾ 3 മാസം അധികമായിട്ടുണ്ട്. ഇതിന് ഈ ഓർഡർ എക്സ്റ്റെൻഡ് ചെയ്തോ ഇല്ലയോ എന്ന് ഇതുവരെ അറിയില്ല. വി നീഡ് ടു ചെക്ക്. ഔദ്യോഗികമായി എക്സ്റ്റെൻഡ് ചെയ്തെന്ന് തോന്നുന്നില്ല. 2 ഹൈക്കോടതികൾ SFIക്കെതിരെ ഉള്ള അന്വേഷണത്തിൽ ഒരു ഹൈക്കോടതിയിൽ കൺവീനിയൻ്റായി KSIDC പോയി നോക്കി, മറ്റൊരു ഹൈക്കോടതിയിൽ വീണ വിജയൻ പോയി നോക്കി. അവിടെയും കിട്ടാത്തപ്പോൾ 3ാമത്തെ ഹൈക്കോടതിയിൽ CMRLനെ കൊണ്ട് കൊടുപ്പിച്ചു. 2 ഹൈക്കോടതികൾ തള്ളുകയും 3ാമത്തെ ഹൈക്കോടതി ഇന്റർവ്യൂ ചെയ്യാൻ മടിക്കുകയും ചെയ്ത കേസിൽ 8 മാസമായിട്ടും റിപ്പോർട്ട് കൊടുക്കാത്തത് ആർക്ക് വേണ്ടിയാണ്? എന്തിനാണ് ഇവർ ഈ അന്വേഷണം നീട്ടിക്കൊണ്ടു പോകുന്നത്? ഇന്നലെ തന്നെ SFIയുടെ അന്വേഷണത്തെ സംബന്ധിച്ച് SFIയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എക്സാലോജിക്കിന് കൊടുത്ത പണം ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടി കൊടുത്ത കോടികളാണ് എന്ന് പറഞ്ഞു. അതുകൂടാതെ CMRL പൊളിറ്റീഷ്യൻസിനടക്കം ഒരു 135 കോടിയല്ല 184 കോടി കൊടുത്തതായി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അതിൽ 1ാം പേരുകാരനാണ് ഞാൻ നേരത്തെ പറഞ്ഞ PV. ഞാൻ ചോദിക്കുന്നത്, അതിനുശേഷം ഇപ്പോൾ പുതിയതായ ഒരു കാര്യം അവർ പറയുകയാണ്, ഇതിൻ്റെ അകത്ത് ടെററിസ്റ്റ് സിമ്പതൈസേഴ്സിന്, തീവ്രവാദ സംഘടനകളോട് അനുഭാവം പുലർത്തുന്ന ആളുകൾക്കോ വ്യക്തികൾക്കോ സംഘടനകൾക്കോ പണം കൊടുത്തതായി കാണുന്നുവെന്ന്. ഇത് വീണ്ടും വലിച്ചു നീട്ടി ടോം ആൻഡ് ജെറി കഥ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയി തൃശ്ശൂർ പാർലമെന്റ് സീറ്റ് അല്ലെങ്കിൽ പാർലമെന്റ് ഇലക്ഷനിൽ ഒരു ഗോള് BJPക്ക് വേണ്ടി സ്കോർ ചെയ്ത SFIയെ കൊണ്ട് മറ്റ് അജണ്ടകൾ വെച്ച് മുന്നോട്ട് പോവുകയാണെന്ന് ഞാൻ സംശയിക്കുന്നു. തീർച്ചയായിട്ടും മറ്റൊരു അന്വേഷണം ഏത് ഘട്ടത്തിലും സെൻട്രൽ ഗവൺമെന്റ് തുടങ്ങാമെന്നിരിക്കെ അന്വേഷണം പൂർത്തിയാക്കിയ എക്സാലോജിക്കിന്റെയും പിണറായി വിജയന്റെയും കാര്യത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിച്ച നടപടികളിലേക്ക് കടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ സത്യസന്ധമായി ആത്മാർത്ഥമായി ഈ കേസ് സെൻട്രൽ ഗവൺമെന്റ് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിലാകുന്നതിന് എത്രയോ മുമ്പ് പിണറായി വിജയനും മകളും ജയിലിലാകുമായിരുന്നു. പിണറായി വിജയനും മകളും ജയിലിലാകാതെ സംരക്ഷിച്ചതും പിണറായി വിജയന്റെ രാഷ്ട്രീയ ആയുസ് നീട്ടിക്കൊടുക്കുന്നതും നരേന്ദ്രമോദി എന്നൊരൊറ്റ നേതാവാണ്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, പിണറായി ഈസ് കണ്ടിന്യൂയിങ് ഇൻ ദ ചെയർ അറ്റ് ദ മെഴ്സി ഓഫ് നരേന്ദ്രമോദി. എത്ര കാലം നരേന്ദ്രമോദിയുടെ ഔദാര്യമുണ്ടോ അത്ര കാലം മാത്രമേ പിണറായി വിജയൻ ആ കസേരയിൽ ഉണ്ടാവൂ. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സ്ഥാനം ജയിലിലാണ്. അത്രയേറെ പച്ചയായി ഉച്ചത്തിൽ സംസാരിക്കുന്ന തെളിവുകളുള്ള കേസാണ് മാസപ്പടി കേസ് എന്ന് പറയുന്നത്. പിണറായി വിജയന്റെയും മകളുടെയും സംരക്ഷണത്തിന് വേണ്ടി CPM എന്ന പാർട്ടിയെ തൊടലിട്ട് പിടിച്ചിരിക്കുന്ന BJPയെ നരേന്ദ്രമോദിയാണ് നമ്മൾ കാണുന്നത്. ഇനിയും ഈ നിലയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇനിയും മാസപ്പടി വിഷയവുമായി ബന്ധപ്പെട്ട പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് വാക്ക് പറഞ്ഞതാണ്. ഞാനതുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, എന്നാൽ കഴിയുന്നത് പോലെ ആത്മാർത്ഥമായി സത്യസന്ധമായി സുതാര്യമായി ഈ പോരാട്ടം വിട്ടുവീഴ്ചയില്ലാതെ കടുക് മണിയോളം വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ആ പോരാട്ടത്തിന് ഊർജം പകരുന്ന അല്ലെങ്കിൽ അതിന് കൂടുതൽ ശക്തി പകരുന്ന കാര്യങ്ങളാണ് ഇന്നലെ ഡൽഹി ഹൈക്കോടതിയിൽ വന്നിട്ടുള്ളത്.